റായൻ, റൈറ്റർ, ഡയറക്ടർ ധനുഷ്. ധനുഷിൻ്റെ 50ാമത്തെ സിനിമയാണ് ആക്ച്വലി റായൻ എന്ന് പറയുന്നത്. സോ ധനുഷ് തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു. പ്രൊഡക്ഷൻ സൺ പിക്ചേഴ്സ് ആണ്, കലാനിധിമാരാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ധനുഷിൻ്റെ കൂടെ തന്നെ എസ് ജെ സൂര്യ, അതുപോലെ തന്നെ സന്ദീപ് കിഷൻ, അതുപോലെ തന്നെ കാളിദാസ് ജയറാം, പ്രകാശ് രാജ്, തുഷാര, അപർണ ബാലമുരളി, അതുപോലെ തന്നെ വരലക്ഷ്മി ശരത് കുമാർ എന്നിവരൊക്കെയാണ് പ്രധാനപ്പെട്ട ക്യാരക്ടർ. അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിൽ ധനുഷിൻ്റെ ചേട്ടനായിട്ടുള്ള സെൽവരാഘവനും ആക്ച്വലി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ റായനിലേക്ക് വരുന്ന സമയത്തേക്ക് ധനുഷ് ആസ് എ ഡയറക്ടർ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള പവർപാണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം. ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള സിനിമയാണ്. സോ ധനുഷ് കുറച്ചും കൂടി ഒരു റോ മോഡിലേക്ക് ഒരു പ്രോപ്പർ ഒരു ഗാങ്സ്റ്റർ ടൈപ്പ് ഒരു ഫിലിം പിടിച്ചിരിക്കുകയാണ് ആക്ച്വലി റായലിലൂടെ. സോ ഇതിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് എ ആർ റഹ്മാനാണ്. സോ എ ആർ റഹ്മാനിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഈ അടുത്ത് കണ്ടിട്ടുള്ള എ ആർ റഹ്മാൻ്റെ ഏറ്റവും ബെസ്റ്റ് വർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. പൊന്നിയിൻ സെൽവൻ 1 ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യത്തിൽ എ ആർ റഹ്മാൻ്റെ റീസെൻ്റ്ലി ഏറ്റവും ബെസ്റ്റ് വർക്കാണ് ആക്ച്വലി റായൻ എന്ന് പറയുന്നത്. എ ആർ റഹ്മാൻ ആക്ച്വലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്ന സമയത്ത് 1-2 ഇൻസ്ട്രുമെൻറ്റ്സ് അല്ല ഇതിനകത്ത്, പല ഇൻസ്ട്രുമെൻറ്റ്സ്, പല തരത്തിലുള്ള മ്യൂസിക്കുകൾ. ഒരു കഥ എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ കഥയുടെ തീം എന്താണെന്ന് പ്രോപ്പർലി മനസ്സിലാക്കിയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടാവുമല്ലോ. ഇത്തരത്തിലുള്ള സിനിമകൾ മോസ്റ്റ്ലി വന്നിട്ട് ജി വി പ്രകാശാണ് മോസ്റ്റ്ലി ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയുടെ ആശാനാണല്ലോ ഈ എ ആർ റഹ്മാൻ എന്ന് പറയുന്നത്. സോ എവിടെ നിന്നാണ് പുള്ളിക്ക് ഈ പരിപാടി കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഗംഭീരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ. എ ആർ റഹ്മാനെ പോലത്തെ ഒരാളെ പറ്റി നമ്മൾ പറയുന്നതിനെക്കാട്ടും കൂടുതൽ അത്രയും എഫക്റ്റ് എനിക്ക് സിനിമേൻ്റെ അകത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ തോന്നി. അതുകൊണ്ടാണ് ഈ സിനിമയുടെ ആദ്യത്തെ ഭാഗമായിട്ട് തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയാൻ വേണ്ടി കാരണം. ധനുഷിലേക്ക് വരുന്ന സമയത്ത് ധനുഷിൻ്റെ ഡയറക്ഷൻ, നമ്മൾ ഒരു ആക്ടറായിട്ട് പുള്ളിനെ നമുക്കറിയാം, ഡയറക്ടറായിട്ടും പുള്ളിനെ അറിയാം, സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടും പുള്ളിനെ അറിയാം. അപ്പോൾ പുള്ളി ഒരു 50th ഫിലിം, ഒരു പ്രസ്റ്റീജിയസ് ഫിലിം വന്നിട്ട് ഇങ്ങനെ തന്നെ ഞാൻ തന്നെ ചെയ്തേക്കാം എന്ന് പറയുമ്പോൾ പുള്ളി വിചാരിച്ചൊരു സിനിമയായിരിക്കണം. ആക്ച്വലി പുള്ളി വിചാരിച്ചൊരു സിനിമ, പുള്ളിയുടെ മനസ്സിലുള്ള ഒരു സിനിമ പുള്ളി എടുക്കണം എന്ന് വിചാരിച്ചു. ആ സിനിമ വന്നിട്ട് പുള്ളിയുടെ 50ാമത്തെ സിനിമയായിട്ട് എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ കഥയിലേക്ക് വരുന്ന നമുക്ക് സ്ട്രെയിറ്റ് അഗെയിൻ നോർത്ത് ചെന്നൈ. അതാണല്ലോ നമ്മൾ ഗാങ്സ്റ്റർ പടത്തിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് നോർത്ത് ചെന്നൈയാണ്. അത് എപ്പോഴും അങ്ങനെ വരുന്ന സമയത്ത് അത് പിന്നെയും ടൈപ്പ് കാസ്റ്റഡ് ആവുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മളത് ഇത്തരത്തിലുള്ള സിനിമകൾ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടെറൈൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഗംഭീരമായിട്ട് തോന്നി. ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്ലോട്ട്, അതായത് ഒരു പ്ലോട്ടിംഗ് ഉണ്ട്, ഈ സിനിമയുടെ ഒരു പ്ലോട്ടിങ് അത് അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ധനുഷിന് ചെറിയ വയസ്സിലുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള പുള്ളി അതായത് ആ ചെറിയ ക്യാരക്ടർ എന്താണോ ചെയ്തത് അതിൻ്റെ ഒരു ബിഗർ വേർഷനാണ് ആക്ച്വലി ധനുഷ് ഇതിൻ്റെ ത്രൂ ഔട്ട് ആയിട്ടുള്ളത്. അത് ഭയങ്കര ഗംഭീരമായിട്ട് ആക്ച്വലി ചെയ്തിട്ടുണ്ട്. സിനിമയുടെ കഥയിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര പുതുമ എന്നുള്ളൊരു അവകാശവാദമൊന്നും ഇല്ലെങ്കിൽ കൂടി ഒരു ട്രീറ്റ്മെൻറ്റ് വൈസും അതുപോലെ തന്നെ വന്നിട്ട് നമ്മൾക്ക് ഒരു ഗാങ്സ്റ്റർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഡാർക്ക് മോഡിലുള്ള എന്നാൽ ഒരു ഉദ്വേഗം ജനിപ്പിക്കുന്ന സിനിമകൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും വന്നിട്ട് റായൻ ഒരു ഗുഡ് വാച്ചായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിലേക്ക് വരുന്ന സമയത്ത് ധനുഷിൻ്റെ കൂടെ തന്നെ എടുത്തു പറയാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് സെൽവരാഘവനാണ്. സെൽവരാഘവൻ ആക്ച്വലി നമ്മൾ ബീസ്റ്റിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. പുള്ളിയുടെ കാലിബർ പുള്ളി പറയുന്ന സമയത്ത് നമുക്ക് വിശ്വസിക്കുകയാണ് നമ്മൾ പല കാര്യങ്ങളും. സോ അങ്ങനെയുള്ളൊരു പെർസ്പെക്റ്റീവിൽ സെൽവരാഘവൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റോള് കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ധനുഷ് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ധനുഷിൻ്റെ അനിയന്മാരായിട്ട് അഭിനയിക്കുന്ന സന്ദീപ് കിഷനും അതുപോലെ തന്നെ കാളിദാസ് ജയറാം. സോ അതിനകത്ത് സന്ദീപ് കിഷൻ മുമ്പേ തന്നെ നമ്മൾ കുറേ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. കാളിദാസ് ജയറാം ആക്ച്വലി നമ്മളെപ്പോഴും ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം നെറ്റ്ഫ്ലിക്സിൻ്റെ സീരീസ് ആയിട്ടുള്ള സുധാ കോങ്കരയുടെ ഫിലിം വന്നപ്പോഴൊക്കെ വന്നിട്ട് കാളിദാസൻ ആസ് ആൻ ആക്ടർ നെപ്പോ കിഡ്സിൻ്റെ അകത്ത് എത്ര വലിയ രീതിയിലാണ് പുള്ളിക്കാരൻ എല്ലാ തരത്തിലുള്ള ഒരു റോളും മാച്ച് ചെയ്യുന്ന ഒരു തരം ആളാണ് കാളിദാസ് എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ അർജന്റീന ഫാൻസ് ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ പൂമരം ആയിക്കഴിഞ്ഞാലും ഇപ്പം റായനിലേക്ക് വരുന്ന സമയത്തൊക്കെ വന്നിട്ട് പുള്ളിക്കാരൻ ആസ് എൻ ആക്ടർ ലൈക്ക് ഭയങ്കര അടിപൊളിയായിട്ട് പല സ്ഥലത്തും ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സന്ദീപ് കിഷനും. അപർണ ബാലമുരളി ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സൂര്യാറായ്പൂട്ടിൽ നിന്ന് ഒരു കണ്ടിന്യൂഷൻ പോലെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിനിമ വരുന്ന സമയത്ത് ഒരു ഏരിയയുടെ ഒരു സിനിമ വരുന്ന സമയത്ത് അങ്ങനെ തന്നെ ആയിരിക്കും ആൾക്കാരൊക്കെ, അങ്ങനെയാണ് ആ സിനിമകൾക്ക് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ടൈപ്പ് കാസ്റ്റഡ് ആവുന്നതിൽ എനിക്ക് ചെറിയൊരു എതിർപ്പുണ്ട്. പക്ഷെ എന്നിരുന്നാലും വന്നിട്ട് എനിക്ക് ഈ ഗാങ്സ്റ്റർ സിനിമകൾ നമ്മൾ വടചെന്നൈ, അസുരൻ അതൊക്കെ പോലെയുള്ള സിനിമകൾ വന്നിട്ട് നമുക്ക് കാണുന്ന സമയത്ത് ഒരു ത്രില്ല് ആക്ച്വലി നമുക്ക് വരുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അത് എത്ര റിപ്പീറ്റേഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ
ഒരു സംഭവം വരുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി പറയുന്നത് ഓം പ്രകാശ് ആണ്. നല്ല തരത്തിലുള്ള വിഷ്വൽസും കാര്യങ്ങളും, ഒരുപാട് ഡാർക്ക് സീനുകളുള്ളതാണ്. സോ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് പ്രസന്ന ഡീസൻറ്റ് ആയിട്ടുള്ള എഡിറ്റിംഗ് പാറ്റേൺസ് ഉണ്ട്. അതുപോലെ തന്നെ വന്നിട്ട് 2 മണിക്കൂർ 10 മിനിറ്റ്. എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പടത്തിൻ്റെ ലെങ്ത് എന്ന് നോക്കാം. നമുക്ക് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് തോന്നി തുടങ്ങുന്നതിന് മുമ്പേ, കാരണം ബ്ലഡ് ഷെഡ് ഭയങ്കരമായിട്ടുള്ളൊരു കഥയാണല്ലോ. അപ്പോൾ ചെറിയ എന്തിനാണ് ഇത്രയും ബ്ലഡ് ഷെഡ് എന്ന് തോന്നുന്ന സമയമാകുമ്പോഴത്തേക്കും സിനിമ പുറത്തേക്ക് വരുന്നുണ്ട്, സിനിമ കഴിഞ്ഞിട്ട്. സോ എഡിറ്റിംഗ് പ്രിസൈസ് ആയിട്ട് തോന്നി. പെർഫോമൻസിൽ പറയുന്ന സമയത്തേക്ക് ധനുഷ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ധനുഷ് ആ ഒരു ക്യാരക്ടറിൻ്റെ ബിൽഡപ്പ് സീനുകളും അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തൊക്കെ ഒരു ബിൽഡപ്പ് സീനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഗംഭീരമായിട്ടുണ്ട്. പറയാൻ മറന്നു എസ് ജെ സൂര്യ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വില്ലനായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ എസ് ജെ സൂര്യയും ധനുഷും തമ്മിലുള്ള എസ് ജെ സൂര്യക്ക് ആ ഒരു സീരിയസ് ആയിട്ടുള്ള റോൾ ചെയ്യുന്ന സമയത്തേക്കും ആ ഒരു നമ്മുടെ ഓഡിയൻസിനെ ഹുക്ക് ചെയ്യുന്ന എന്തോ ഒരു കഴിവ് ഈ പുള്ളിക്കാരൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ അകത്തും ഗംഭീരമായിട്ട് ആക്ച്വലി ചെയ്തിട്ടുണ്ട്. പല സീനുകളും എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു ധനുഷുമായിട്ടുള്ള സീന് ഗംഭീരമായിട്ട് തോന്നി. റഹ്മാൻ ഒന്നും കൂടി മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഒരു പാട്ട് വരുന്നുണ്ട്. അതിൻ്റെ മേക്കിങ്ങിലും ധനുഷിന് ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുക, ഇത് നമ്മൾ പറഞ്ഞില്ല, നമ്മൾ സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞതിന് ശേഷം നമ്മൾ വന്ന് അഭിനയിക്കുന്ന സമയത്ത് അത്ര എഫക്റ്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതല്ല. ആ അവസാനത്തെ ഒരു സോങ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ധനുഷാണെന്ന് അത് പാടിയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് 2 ലൈന് പാടാൻ വേണ്ടിയിട്ട് റഹ്മാൻ വോയിസ് വരുന്ന സമയത്ത് തിയേറ്ററിൽ ഗംഭീര ക്ലാപ്സ് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ സിനിമയുടെ ഒരു ഇഷ്യൂ ഞാൻ പറഞ്ഞില്ല, ഇത് പ്രോബ്ലം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ബ്ലഡ് ഷെഡ് എക്സ്ട്രീംലി കൂടുതലാണ്. ഒരു സമയം കഴിഞ്ഞപ്പോൾ വന്നിട്ട് ഫസ്റ്റ് ഹാഫിലേക്കെല്ലാം വരുന്ന സമയത്ത് ഒരു റീസൺ ഉണ്ട് നമ്മൾ ഇത്രയും ബ്ലഡ് ഷെഡും കാര്യങ്ങളും. അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന അതിൻ്റെ ഡബിൾ ബ്ലഡ് ഷെഡ് വരുന്ന സമയത്തേക്ക് റീസൺ വന്നിട്ട് റീസൺ ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷെ എന്നാൽ പോലും ഒരു മനുഷ്യൻ്റെ എന്താ പറയുക അന്തർധാര ഉണ്ടല്ലോ, ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഈ സിനിമ വന്നത്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്നത് തന്നെയാണ് ശരി എന്നുള്ള പെർസ്പെക്റ്റീവിലാണ് ഈ സിനിമ പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ധനുഷിൻ്റെ ക്യാരക്ടറിന് അവൻ്റേതായിട്ടുള്ള പരിപാടികളും അവൻ്റേതായിട്ടുള്ള റീസൺസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ചില സമയത്ത് ബ്ലഡ് ഷെഡ് ഓവർ ആകുന്ന സമയത്ത് നമുക്കത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം ഫീൽ ചെയ്യുന്ന പോലെയും തോന്നുന്നുണ്ട്. അത് ആ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് മാത്രം. ആകെ മൊത്തത്തിൽ എന്ന് പറയുന്നത് റായൻ ധനുഷിൻ്റെ 50th ഫിലിം എന്ന് പറയുന്ന സമയത്തേക്ക് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സിനിമ, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ബ്ലഡ് ഷെഡ് കൂടുതലാണ്, സർട്ടിഫിക്കറ്റ് ഫിലിമാണ്, അപ്പോൾ എല്ലാവർക്കും വർക്ക് ആവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല ചില സമയത്തൊക്കെ ധനുഷ് വന്നിട്ട് അസുരൻ പോലത്തെ ഒരു സിനിമ എടുക്കണം. അപ്പോൾ മറ്റേ നമ്മുടെ സിനിമയിൽ പറഞ്ഞ പോലെ എന്തിനാണ് അസുരൻ തന്നെ എടുക്കുക, ഞാൻ അങ്ങനത്തെ ഉള്ളൊരു പെർസ്പെക്റ്റീവിൽ വന്നിട്ടുള്ള ഒരു സിനിമയായിട്ട് തോന്നി. വടചെന്നൈയും അസുരൻ അങ്ങനത്തെ ഉള്ളൊരു പെർസ്പെക്റ്റീവിലുള്ള ഒരു സിനിമയായിട്ട് തോന്നി. പക്ഷേ അത്തരത്തിലുള്ള സിനിമ എപ്പോഴും വർക്കൗട്ട് ആവുന്നുണ്ട്. നല്ല മേക്കിങ്ങും നല്ല കഥയും ഗംഭീരമായിട്ടുള്ള ഡയലോഗ്സും ഒക്കെ ഉണ്ടെങ്കിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഒരു പരിധി വരെ വർക്കൗട്ട് ആവുന്നുണ്ട്. എക്സെപ്റ്റ് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ, അത്രയും ബ്ലഡ് ഷെഡിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത്. സോ ആകെ മൊത്തത്തിൽ ധനുഷിൻ്റെ D50 ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ അനുഭവമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലെങ്കിലും പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പോയി ഒരു തവണ കാണാൻ പറ്റുന്ന സിനിമയാണ് റായൻ. സോ ഡു വാച്ച് റായൻ ഇൻ തിയേറ്റേഴ്സ്.